ഈശോംശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ വചനവിചിന്തനത്തിനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കാ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 35 വാക്യങ്ങളാണ്. ഈ വചനത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈശോയുടെ എമ്മാവുസിലേക്കുള്ള യാത്രയാണ്. ഈ യാത്രയിൽ 2 ശിഷ്യന്മാരും ഈശോയും ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. ഈശോ കൂടെയുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവില്ലാതെ പോകുന്ന ശിഷ്യന്മാർ ആ ദിവസങ്ങളിൽ ജെറുസലേമിനെ സംബന്ധിച്ച് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങളിലൂടെയും വാദപ്രതിവാദങ്ങളിലൂടെ കടന്നുപോവുകയാണ്. പ്രകാരമുള്ള ഈ വാദപ്രതിവാദങ്ങളിലൂടെ കടന്നുപോകുന്ന ശിഷ്യന്മാരുടെ കൂടെ നടക്കുന്ന ക്രിസ്തുവിനെയാണ് നാം വചനത്തിലൂടെ കണ്ടുമുട്ടുക. ഈ ഒരു വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു വചനത്തിന്റെ അവസാന ഭാഗത്ത് ഈശോ അവർക്ക് അപ്പമായിട്ടും അവർക്ക് ദൈവവചനമായിട്ടും മാറുമ്പോൾ ആ ക്രിസ്തുവിനെ തിരിച്ചറിയാതെ പോകുന്ന ശിഷ്യന്മാർക്കും അവസാനം തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈശോ മാറിപ്പോകുമ്പോൾ അത് ക്രിസ്തുവാണ് നമ്മുടെ ഒപ്പമുണ്ടായതെന്ന് തിരിച്ചറിയുന്ന ശിഷ്യന്മാരെയുമാണ് വചനത്തിലൂടെ നാം ശ്രമിക്കുന്നത്. ജീവിതത്തിലേക്ക് പലവിധത്തിലുള്ള അവസരങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അവിടെയെല്ലാം തിരിച്ചറിവുകൾ ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഈ വചനഭാഗം. നമ്മുടെ ജീവിതത്തിൽ 2 തരത്തിലുള്ള തിരിച്ചറിവുകൾ ആവശ്യമാണ്. ഇന്നത്തെ വചനഭാഗം നമുക്ക് തരുന്ന ഒന്നാമത്തെ തിരിച്ചറിവ് എന്ന് പറയുന്നത് അപ്പമായിട്ടും വചനമായിട്ടും കടന്നു വരുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുന്നതാണ്. ശിഷ്യന്മാര് ഈശോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ കൂടെ നടക്കുന്ന ഈശോയെ തിരിച്ചറിയാൻ പോകുന്ന ശിഷ്യന്മാർക്ക് ഈശോ വചനമായിട്ടുള്ള ദൈവത്തെ പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. വചനത്തിലൂടെ അവരുടെ ഹൃദയങ്ങളെ തുറക്കുകയാണ്. വീണ്ടും അവരോടൊപ്പം ഭവനത്തിൽ പ്രവേശിച്ച് ഈശോ അപ്പം മുറിച്ച് നൽകിക്കൊണ്ട് അവരെ ദൈവത്തോടൊപ്പമായിരിക്കുവാൻ ക്ഷണിക്കുകയാണ്. ഇപ്രകാരമുള്ള ഈ 2 രീതികളിലൂടെയും അവരെ ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് നൽകപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതും ഇപ്രകാരമുള്ള തിരിച്ചറിവ് നഷ്ടപ്പെടുന്ന അവസരങ്ങളാണ്. നമുക്കറിയാം, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഇപ്രകാരമുള്ള ദൈവവചനത്തെയും അപ്പമായ ക്രിസ്തുവിനെയും ലോകത്തിന് മുഴുവൻ വെളിപ്പെടുത്തുന്ന രംഗമാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും നമുക്ക് വചനപ്രഘോഷത്തിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയെല്ലാം ദൈവവചനമായ ക്രിസ്തുവിനെ ലോകത്തിനു മുമ്പിൽ സാക്ഷ്യമായിട്ട് നൽകുകയാണ്. വീണ്ടും അപ്പമായ ഈശോയെ തിരുശരീരമായിട്ട് തിരുത്വമായിട്ട് നൽകപ്പെടുമ്പോൾ അവിടെയെല്ലാം ക്രിസ്തുവിനെ തന്നെയാണ് ലോകത്തിനു മുഴുവൻ സാക്ഷ്യമായിട്ട് നൽകുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുവാനുള്ള ഒരു ആഹ്വാനമാണ് വചനം നമുക്ക് നൽകുന്നത്. അതിനാൽ ജീവിതത്തിലേക്ക് ഓരോ തിരിച്ചറിവുകളും ലഭിക്കുമ്പോൾ അത് വചനമായിട്ടുള്ള തിരിച്ചറിവുകളാകാം, അപ്പമായ തിരിച്ചറിവാകാം. അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണെന്ന് വചനം നമ്മൾ പഠിപ്പിക്കുകയാണ്. വീണ്ടും 2ാമത്തെ തിരിച്ചറിവ് എന്ന് പറയുന്നത് കൂടെ നടക്കുന്ന ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനുള്ള തിരിച്ചറിവാണ്. കൂടെ നടക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാതെ പോകുന്ന ശിഷ്യന്മാരെയാണ് എമ്മാവുസിൽ നാം കണ്ടുമുട്ടുക. തങ്ങളുടെ ജീവിതത്തിൽ അവരുടെ കണ്ണുകൾ തുറക്കുന്ന ക്രിസ്തുവിനെ, അപ്പമായിട്ടുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയുന്നത് അവരുടെ കണ്ണുകൾ തുറന്നുകൊണ്ടാണ്. ഒപ്പം തന്നെ വചനമായിട്ടുള്ള ഈശോ തങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയൊരു ഹൃദയ പരിവർത്തനം നൽകുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു തിരിച്ചറിവുകൾ ലഭ്യമാവുകയാണ്. പലപ്പോഴൊക്കെ കൂടെ നടക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാതെ പോകുന്ന ഒരു സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിലാകാം, സമൂഹ ജീവിതത്തിലാകാം, വ്യക്തിബന്ധങ്ങളിലാകാം. അവിടെയെല്ലാം നമ്മൾ കൂടെ നടക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയേണ്ടത് ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ്. ഓരോ പരിശുദ്ധ കുർബാനയുടെയും ഉദാശസ്തികരണത്തിലൂടെയും ഒക്കെ നമ്മുടെ കൂടെ വസിക്കുന്ന ക്രിസ്തു അനുഭവം സ്വന്തമാക്കാനുള്ള ക്ഷണമാണ് നൽകുന്നത്. ആ തരത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുവാനും കൂടെ നടക്കുന്ന ക്രിസ്തുവിനോടൊപ്പമായിരുന്നു നടക്കുവാനുള്ള വലിയൊരു ചൈതന്യം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അപ്രകാരമുള്ള ഈ ഒരു തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ സാധിക്കുമ്പോഴാണ് നാമും ഉത്തരനായ ക്രിസ്തുവിനെ സ്വന്തമാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കാം. അതിനാൽ നമുക്കും ചിന്തിക്കാം, എന്റെ ജീവിതത്തിൽ എത്രത്തോളം അപ്പമായിട്ടും വചനമായിട്ടും കടന്നു വരുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയാൻ എനിക്ക് സാധിക്കാറുണ്ട്. കൂടെ നടക്കുന്ന ക്രിസ്തുവിനെ സ്വന്തമാക്കിക്കൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയോടൊപ്പം എന്റെ ജീവിതത്തിൽ ഒരു അനുഭവമാക്കി മാറ്റുവാൻ സാധിക്കാറുണ്ടോ? അങ്ങനെയുള്ള ഒരു അനുഭവം സ്വന്തമാക്കുവാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഉത്തരനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം സ്വന്തമാക്കിക്കൊണ്ട് അത് ലോകമെങ്ങും പ്രഘോഷിക്കുവാൻ, സാക്ഷ്യമായിട്ട് മാറ്റുവാൻ നമുക്ക് സാധിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ പരിശുദ്ധ കുർബാനയെ നമുക്ക് നേരിൽ പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.